എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, അപേക്ഷകൻ്റെ കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷകൻ അഗതിയായിരിക്കണം. മൂന്നാമത്തേത്, അപേക്ഷകൻ സർവീസ് പെൻഷനർ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ ആവാൻ പാടില്ല. 4,000 രൂപ വരെ എക്സ് ഗ്രേഷ്യ അല്ലെങ്കിൽ NPS പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ നിബന്ധന ബാധകം അല്ല. അപേക്ഷകൻ മറ്റാരുടെയെങ്കിലും സംരക്ഷണത്തിൽ ആയിരിക്കാൻ പാടില്ല. അപേക്ഷകൻ ആദായ നികുതി നൽകുന്ന വ്യക്തിയാകാൻ പാടില്ല. ആറാമത്തത്, മറ്റു സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഒന്നും തന്നെ ലഭിക്കുവാൻ അർഹരല്ല. വികലാംഗരാണെങ്കിൽ ബാധകമല്ല. EPF ഉൾപ്പെടെ പരമാവധി 2 പെൻഷന് മാത്രമേ അർഹതയുള്ളൂ. അപേക്ഷകൻ്റെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാവരുത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഇത് ബാധകമല്ല. അപേക്ഷകൻ യാചകനാകാൻ പാടില്ല. 1000 cc കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള ടാക്സി ഇല്ലാത്ത 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ അംബാസിഡർ ഒഴികെ സ്വന്തമായിട്ട് കുടുംബത്തിലുള്ള വ്യക്തിയാകരുത്. അടുത്തത്, അപേക്ഷകൻ അഗതി മന്ദിരത്തിലെ അന്തേവാസിയാകാൻ പാടില്ല. അപേക്ഷകൻ കേന്ദ്ര സർക്കാർ, മറ്റു സംസ്ഥാന സർക്കാർ എന്നിവിടങ്ങളിൽ നിന്നും ശമ്പളം, പെൻഷൻ, കുടുംബ പെൻഷൻ ലഭിക്കുന്ന വ്യക്തി ആകാൻ പാടില്ല. അപേക്ഷകൻ 60 വയസ്സോ അതിനു മുകളിലോ ആയിരിക്കണം. അപേക്ഷകൻ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിക്കുകയും സ്ഥാപനത്തിലെ സ്കീം പ്രകാരം പെൻഷൻ, കുടുംബ പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്ന വ്യക്തിയാകരുത്. അപേക്ഷകൻ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ട് 3 വർഷത്തിൽ കൂടുതൽ ആയിരിക്കണം. വ്യത്യസ്ത പ്രാദേശിക സർക്കാരിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുവാൻ പാടുള്ളതല്ല. അപേക്ഷകൻ സ്ഥിരമായിട്ട് താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൻ 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണം ഉള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയതുമായിട്ടുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉള്ളവരോ താമസിക്കുന്നവരോ ആകരുത്. ഇത്രയും മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടത്.